ഒരു കൊല്ലം മുന്നേ ഞാൻ നല്ല ഡിസിപ്ലിൻഡ് ആയിരുന്നു. എൻ്റെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരുന്നു. എനിക്ക് ഡിസ്ട്രാക്ഷൻസ് കുറവായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ തന്നെ അന്ന് എന്ത് ചെയ്യണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. ഹോണസ്റ്റ്ലി മൈ ലൈഫ് ഫെൽറ്റ് അണ്ടർ കൺട്രോൾ. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഇറ്റ്സ് കോൾഡ് മോങ്ക് മോഡ്. ബട്ട് ലൈഫിലൂടെ വെച്ച് ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഇല്ലാതായി. ഐ ബിക്കെയിം ഡിസ്ട്രാക്റ്റഡ്, മൈ ഫോക്കസ് ഡിസപ്പിയർഡ് ആൻഡ് ഐ സ്റ്റോപ്പ് ഷോയിങ് അപ്പ് മൈ സെൽഫ്. And the worst thing is, I knew exactly who I used to be. സോ ഇന്ന് ഡേ 1 ആണ്. ഐ ആം ബ്രിങ്ങിങ് ബാക്ക് മോങ്ക് മോഡ്. പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ ഒരു എൻ്റെ ജേണി ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യാൻ പോവാണ്. എൻ്റെ സ്ട്രഗിൾസ്, എൻ്റെ ഫെയിലിയേഴ്സ്, എൻ്റെ പ്രോഗ്രസ് എല്ലാം ഞാൻ ഈ ഒരു ഡോക്യുമെൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ വെൽക്കം ടു റീസ്റ്റാർട്ടിങ് മോങ്ക് മോഡ്. ഈ മോങ്ക് മോഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സെൽഫ് ഡെവലപ്മെൻറ്റ് ചാലഞ്ചാണ്. അതായത് നമ്മളുടെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റൻസ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. അതും ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈമിന്. ചിലപ്പോൾ 2 മാസമാവാം, 3 മാസമാവാം, അല്ലെങ്കിൽ 2 മാസം ഇത് കണ്ടിന്യൂ ചെയ്ത് ഒരു 1 മന്ത് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും നമ്മൾ 2 മാസം കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 3 മാസത്തിനാണ് ഈ ഒരു മോങ്ക് മോഡ് ചാലഞ്ച് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾക്കിൻ്റെ പ്ലാനിങ് ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് തരാം. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് ലോങ് ആക്കി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് നല്ലോണം കൂടിപ്പോവും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് മൈ മോർണിംഗ് റൊട്ടീൻ. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരേ സമയത്തിന് എണീക്കും. എണീച്ചിട്ട് ഫസ്റ്റ് ഒരു 30 മിനിറ്റ്സിന് ഞാൻ എൻ്റെ ഫോൺ യൂസ് ചെയ്യില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഞാനൊരു 15 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും. ഒരു 15 മിനിറ്റ് ഞാൻ വാമപ്പ് ചെയ്യും. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ആയതിനു ശേഷം മാത്രമേ ഞാൻ ഫോൺ യൂസ് ചെയ്യുള്ളൂ. പിന്നെ വരുന്നത് എൻ്റെ വർക്കിൻ്റെ കാര്യമാണ്. ഡെയിലി ഞാൻ 4 ഹവേഴ്സ് ഫോക്കസ്ഡ് വർക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതും ബ്രേക്ക് എടുത്ത് 2 സെഷൻസ് ആയിട്ട്. ഫസ്റ്റത്തെ സെഷനിൽ 2 ഹവേഴ്സ് ഫോക്കസ്ഡ് വർക്ക്, എന്നിട്ടൊരു 30 to 45 മിനിറ്റ്സ് ബ്രേക്ക്, എന്നിട്ട് 2 ഹവേഴ്സ് ഫോക്കസ്ഡ് വർക്ക്. ഇവിടെ ഞാൻ കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് എനിക്ക് എൻ്റെ പേഴ്സണൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല, മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നത് എൻ്റെ ലേണിംഗ് ടൈമാണ്. ഡെയിലി 1 to 2 ഹവേഴ്സ് ഞാൻ ലേണിംഗ് ടൈമിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. ലൈക്ക് എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനോ, അല്ലെങ്കിൽ എൻ്റെ ഓൾറെഡി ഉള്ള സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു പുതിയ സ്കില്ല് പഠിക്കാനൊക്കെ ഞാൻ ഈ ഒരു 1 to 2 ഹവേഴ്സ് യൂട്ടിലൈസ് ചെയ്യും. ഇവിടെ എനിക്ക് പോഡ്കാസ്റ്റ് കേൾക്കാം, ബുക്ക് വായിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഡെയിലി 1 to 2 ഹവേഴ്സ് ലേണിംഗ് ടൈമിന് വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ വരുന്നത് എൻ്റെ ന്യൂട്രീഷനാണ്. ഞാനിപ്പോൾ ഓവറായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നുണ്ട്, ഓവറായിട്ട് ഫുഡ് തന്നെ കഴിക്കുന്നുണ്ട്. അതുപോലെ ഷുഗർ കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യുന്നില്ല. സോ ഒരു പ്രോപ്പർ ഡയറ്റ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതേപോലെ ഡെയിലി 3 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും എനിക്ക് കുടിക്കണം. അതൊക്കെ ഭയങ്കര ഷോക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നുള്ളത് എൻ്റെ ഫിറ്റ്നസ് ബ്ലോക്കാണ്. ഞാൻ ഡെയിലി 2 ഹവേഴ്സ് ജിമ്മിൽ സ്പെൻഡ് ചെയ്യും ഫോർ സ്ട്രെങ്തനിങ്. അതും ഫുൾ ബോഡിയാണ് ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഒരു വർക്കൗട്ട് കഴിഞ്ഞ് പ്രോപ്പർ റെസ്റ്റ് എടുത്തിട്ട് ഞാൻ അടുത്ത വർക്കൗട്ടിലോട്ട് പോവുള്ളൂ. പിന്നെ വീക്ക്ലി 2 ഔട്ട്ഡോർ ആക്ടിവിറ്റി ഞാൻ ചെയ്തിരിക്കണം. അത് സൈക്ലിംഗ് ആവാം, റണ്ണിങ് ആവാം, ബാഡ്മിൻ്റൺ ആവാം. ഈ 3 ഏതെങ്കിലും 2 ആക്ടിവിറ്റി ഞാൻ വീക്ക്ലി ചെയ്തിരിക്കണം. പിന്നുള്ളത് ഹാബിറ്റിൻ്റെ കാര്യം. ഞാൻ ഈ ഒരു മോങ്ക് മോഡ് ചാലഞ്ചിൽ 3 പുതിയ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഒന്ന് മെഡിറ്റേഷൻ, ജേർണലിംഗ്, റീഡിങ്. ഓക്കെ. പിന്നെ വരുന്നത് എൻ്റെ സ്ലീപ്പിൻ്റെ കാര്യമാണ്. ഡെയിലി 6 മണിക്കൂറെങ്കിലും ഞാൻ ഉറങ്ങണം. അതുപോലെ എണീക്കാനും കിടക്കാനും ഒരു ഫിക്സ്ഡ് ടൈം ഉണ്ടായിരിക്കണം. അത് ഞാൻ എന്തായാലും ഒന്ന് ഫിക്സ് ചെയ്യും. പിന്നെ നൈറ്റ് റൊട്ടീനിൽ ഉറങ്ങുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നെങ്കിലും ഞാൻ ജേർണലിംഗ് ചെയ്യും. അതിൽ എന്ത് കാര്യങ്ങളാണ് നല്ലതായിട്ട് പോയത്, എന്താണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യും. അതുപോലെ ഉറങ്ങുന്നതിൻ്റെ ഒരു 30 മിനിറ്റ്സ് മുന്നേ ഞാൻ എൻ്റെ ഫോൺ എടുത്ത് വെക്കും. ഓക്കെ. സോ ഇതാണ് എൻ്റെ നൈറ്റ് റൊട്ടീൻ. സിമ്പിളാണ്. പിന്നെ നോൺ നെഗോഷ്യബിൾ, അൺനെസസറി ഔട്ടിങ്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഓവറായിട്ട് നൈറ്റ് പുറത്ത് പോകുന്നുണ്ട്. ലൈക്ക് വെറുതെ പുറത്ത് പോവുക. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണം. അതുപോലെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിഗാറൊക്കെ സ്മോക്ക് ചെയ്യാറുണ്ട്. സോ ഈ ഒരു ചാലഞ്ച് എൻ്റെ ചെയ്യുന്നവരെ ഞാൻ സ്മോക്ക് ചെയ്യില്ല. അതുപോലെ ഞാനിപ്പോൾ ഓവറായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. സോ ഞാൻ എൻ്റെ ഗെയിം കളി കൺട്രോൾ ചെയ്യും. അതുപോലെ ഞാനിപ്പോൾ ഓവറായിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ് ഷോർട്സിലൊക്കെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതും ഞാൻ കൺട്രോൾ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. പിന്നെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നും ഞാൻ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. സോ എന്തായാലും നാളെ തൊട്ട് നമ്മൾ മോങ്ക് മോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നല്ല കോടുണ്ട് കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. സോ ഞാൻ ഒരു 10-20 മിനിറ്റായി നീച്ചിട്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഫസ്റ്റത്തെ 15 മിനിറ്റ് മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളെ ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക് പോവാം. അതായത് രാവിലത്തെ ഓട്ടത്തിന് പോവാം. സോ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ മെഡിറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാം. കമോൺ. സോ ഗൈസ്, ഞാനൊരു 15 മിനിറ്റിൻ്റെ ടൈമർ ഫോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമുക്ക് മെഡിറ്റേഷനും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ.
അപ്പോൾ മെഡിറ്റേഷൻ കഴിഞ്ഞാണ് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് എന്തായാലും ഓടാൻ പോവാം. ഇന്നൊരുത്തനോടെ കാത്തിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ രാവിലത്തെ ഓട്ടത്തിന് എത്തിയാണ്. ഇപ്പം നിൽക്കണുണ്ടല്ലോ ഒരു പാടത്തിന് നടുക്കാണ്. അത് കാണിച്ചു കൊടുത്താൽ ആ സൈഡിലും പാടാണ്, ഈ സൈഡിലും പാടാണ്. അതിന് നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. ഇനി എന്നെ കാണിച്ചു കൊടുത്തോ. അപ്പോൾ എന്തായാലും കുറേ കാലത്തിന് ശേഷമാണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റായിട്ട് ഓടണുള്ളൂ, കുറച്ച് ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്യണുള്ളൂ. അപ്പോൾ ഓടുന്നതിന് മുന്നേ എന്തായാലും വാമപ്പ് ചെയ്തിട്ട് ഓടാം, അല്ലെങ്കിൽ പണിയാവും. കാരണം ഇതിന് മുന്നേ ഓടുന്ന സമയത്തൊക്കെ ഇഞ്ചറി ഒക്കെ കിട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർ വാമപ്പില്ലാതെ ഓടിക്കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ വാമപ്പൊക്കെ ചെയ്തിട്ട് ഓടുക. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മളെ വാമപ്പ് കഴിഞ്ഞാണ്. ഇനി നമുക്ക് ഓടാൻ തുടങ്ങാം. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നല്ല ലേറ്റ് ആവും. ഇപ്പം തന്നെ ലേറ്റ് ആയിക്കണ് ചെറുതായിട്ട്. അങ്ങനെ ഗൈസ് നമ്മൾ ഓട്ടം കഴിഞ്ഞാണ്. ആദ്യതൊക്കെ ഒന്നും ഇല്ലാതേനു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു പോയിന്റ് എത്തിയപ്പോൾ അതൊക്കെ നിന്ന്. ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താ സംഭവം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. കൂൾ ഡൗൺ ആവുന്ന സമയമുണ്ട്, ആ സമയത്ത് പറഞ്ഞുതരാം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ഒന്നുമില്ലേനു. അന്ന് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെ ഓരോന്നായിട്ട് ഞാൻ അച്ചീവ് ചെയ്യാൻ തുടങ്ങി. എന്താ പറയുക, ചെറിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ലൈക്ക് വലിയ എന്തോ അച്ചീവ് ചെയ്ത പോലത്തെ ഒരു ഫീലിംഗ് വരാൻ തുടങ്ങി. അതെന്നെ കംഫർട്ടബിൾ ആക്കി. ലൈക്ക് എല്ലാം ആയി എന്നുള്ളൊരു തോന്നൽ വന്നു. അതേമാതിരി ലൈക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടെന്ന് മറന്നിട്ട് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതൊരു ബിഗ് മിസ്റ്റേക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ആ ഒരു ഓൾഡ് ലൈഫിക്ക് ഒരു കംബാക്ക് ഉണ്ട്, പഴയതിലേറെ അടിപൊളിയായിക്കാണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാ, വിശക്കുണ്ട്. അങ്ങനെ ഓട്ടം കഴിഞ്ഞ് പേരേക്ക് എത്തിയാണ്. നല്ലോണം വിശക്കുന്നുണ്ട്. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിൽ 4 മുട്ട ഉണ്ട്, മധുരക്കിഴങ്ങുണ്ട്, പിന്നെ ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ട്, പിന്നെ ചായയോട് നിർത്തിയിട്ട് ഇപ്പോൾ കോഫിക്ക് മാറിയാണ്. അങ്ങനെ ബ്ലാക്ക് കോഫി ഉണ്ട്. എൻ്റെ ചെറുക്കനോടെ കുരക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ബൾക്കിംഗ് ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇതിൽ 650 കലോറി ഉണ്ട്, അതുപോലെ 32 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് 45 ഗ്രാം ഉണ്ട്, ഫൈബർ 8 ഗ്രാം ഉണ്ട്, ഫാറ്റ് 32 ഗ്രാം ഉണ്ട്. സോ ലൈക്ക് ഞാൻ ബൾക്കിംഗ് ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണ് ഇതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഫോളോ ചെയ്യുന്നത്. സോ ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. ആൻഡ് ആൾസോ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്ത ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് ഇന്നത്തെ ഡേയും കൂടി ഒന്ന് പ്ലാൻ ചെയ്യണം. സോ ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം ഞാൻ ഇന്നത്തെ ഡേ ഫുള്ള് പ്ലാൻ ചെയ്തു. പിന്നെ ഇന്നെടുത്ത വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് അത് എഡിറ്ററിന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആൾസോ ഫുഡ് കഴിച്ചുകൊണ്ട് നോക്കുമ്പോൾ കുറച്ച് ഐഡിയാസ് കിട്ടി. അത് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ ചെക്കനോട് നല്ല ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ഓനെ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം ഓട്ടപ്പോൾ കളിച്ചിട്ട് ബാക്കി പരിപാടി വെക്കാം. ഓക്കെ. അപ്പോൾ ഇനി എനിക്ക് വർക്കിൻ്റെ സെഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് നമ്മളൊരു 2 hours വർക്ക് ചെയ്തിട്ട് ഒരു 40 to 50 minutes നമ്മൾ ബ്രേക്ക് എടുക്കും. ആ ഒരു ബ്രേക്ക് ടൈമിൽ നമ്മൾ ലഞ്ച് കഴിക്കും. എന്നിട്ട് വീണ്ടും 2 hours നമ്മൾ വർക്ക് ചെയ്യും. സോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എനിക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വർക്കിൻ്റെ ഇടയിൽ നീച്ചു കൊണ്ടൊരു സിറ്റുവേഷൻ വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവവും ഞാൻ ആദ്യം സെറ്റാക്കി വെച്ചത്. സോ എന്തായാലും ഞാൻ ടൈമും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
യാ അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം. ഓക്കെ, സോ ഞാനിത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഗൈസ് എൻ്റെ 2 ഹവേഴ്സിൻ്റെ വർക്ക് സെഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തേക്കണ്. ഇനി ബ്രേക്ക് ടൈമാണ്. ഈ ഒരു ടൈമിൽ നമുക്ക് ലഞ്ച് കഴിക്കാൻ ആൾസോ ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറത്തെ സ്റ്റോറേജ് ഫുൾ ആവാനേക്കാണ്. അപ്പോൾ ഫുഡ് റെഡിയാക്കുന്ന നേരം കൊണ്ട് ആ ക്ലിപ്സൊക്കെ ഞാൻ ലാപ്പ് കോപ്പി ചെയ്യാൻ വെക്കും. എന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് അടുത്ത 2 ഹവേഴ്സ് നമുക്ക് വർക്ക് ചെയ്യാം. വെയിലില്ലെങ്കിൽ പുറത്ത് കോട്ടയാടുന്ന് കഴിക്കാം. അപ്പോൾ ഞാൻ ഫുഡ് സെറ്റാക്കിയിട്ട് വരാം. എൻ്റെ ആൾസോ ക്യാമറത്തെ ക്ലിപ്പ് കോപ്പി ചെയ്യും വേണം. അപ്പോൾ ഗൈസ് ഞാൻ ലഞ്ചും കൊണ്ടുവന്നാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് 300 ഗ്രാംസ് ചിക്കനും പിന്നെ അതേപോലെ 200 ഗ്രാം റൈസുമാണ്. പിന്നെ അതിൻ്റെ ഒപ്പം ഗ്രീക്ക് യോഗേർട്ടും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം, നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പറഞ്ഞ പോലെ. സോ കാലറീസ് വരുന്നത് 720 കാലറീസ് ആണ്. അതുപോലെ പ്രോട്ടീന് 75 ഗ്രാം പ്രോട്ടീനാണുള്ളത്. പിന്നെ ഫാറ്റ് 14 ഗ്രാം ഫാറ്റാണുള്ളത്. സോ ഞാൻ എന്തായാലും കഴിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് അടുത്ത വർക്ക് സെഷനിലോട്ട് പോവാം. സോ ഞാൻ ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാണ് ഞാൻ നമുക്ക് അടുത്ത വർക്ക് സെഷനിലോട്ട് പോവാം. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ അങ്ങനെ ഒരു കോഫി കുടിച്ചുകൊണ്ടിരിക്കാനും അപ്പോഴാണ് ഒരു കാര്യം പെട്ടെന്ന് മൈൻഡിലേക്ക് വന്നത്. ഒന്നുമില്ല, ഞാൻ അങ്ങനെ ആലോചിക്കാനും ഒരു ഫൈറ്റിംഗ് സ്കില്ലും കൂടി പഠിച്ചാലോ എന്ന്. വല്ല കരാട്ടയോ കിക്ക് ബോക്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫൈറ്റിംഗ് സ്കില്ല്. ഞാൻ ഓൾറെഡി ഗണ്ണൊക്കെ യൂസ് ചെയ്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ഗണ്ണ് എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫൈറ്റിംഗ് സ്കില്ലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാനും നമ്മളെ ചുറ്റുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ നല്ലതാണ്. സോ ഈ ഒരു സീരീസിൻ്റെ കണ്ടിന്യൂഷൻ സീരീസ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനായാലും ഒരു ഫൈറ്റിംഗ് സ്കില്ലും കൂടി പ്രാക്ടീസ് ചെയ്യുന്നത് കാണാൻ പറ്റും. സോ ആ ഒരു കാര്യത്തിൽ ഇന്ന് ഞാനൊരു ഡിസിഷൻ എടുക്കും എന്ത് പഠിക്കണം എന്നുള്ളത്. എന്തായാലും വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണ്ടാവുള്ളൂ, പുറത്ത് പോയിട്ട് അങ്ങനെ പഠിക്കാനുള്ള പ്ലാനിങ് ഒന്നുമില്ല. എന്തായാലും ഈ ഒരു കോഫി തീർക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത 2 ഹവേഴ്സ് വർക്കിലേക്ക് പോവാം. അപ്പം ഇനി ബാക്കിയുള്ള 2 ഹവേഴ്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു 2 ഹവേഴ്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരു ടോട്ടൽ 4 ഹവേഴ്സിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. ആൻഡ് ഈ ഒരു 2 ഹവേഴ്സിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ജിമ്മിക്ക് പോകാനാവും. സോ എന്തായാലും ബാക്കിയുള്ള വർക്കും കൂടി കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ ആ 2 ഹവറിൻ്റെ വർക്കും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കും ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തീർക്കേണ്ട ഡെഡ് ലൈൻ അടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറിങ് ഞാൻ തീർത്തിട്ടുണ്ട്. ആൻഡ് ആൾസോ ഈ ഒരു മന്തിലേക്കുള്ള എൻ്റെ യൂട്യൂബ് ആൻഡ് ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ് ആൻഡ് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനി നൈറ്റ് ഒരു ഗൂഗിൾ മീറ്റ് ഉണ്ട്, പിന്നെ അതുപോലെ ഒരാളെ കാണാനുണ്ട്. സോ അതൊക്കെ ഞാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും 5 മണി ആവാനായിട്ടുണ്ട്, ജിമ്മിക്ക് ഇറങ്ങാം. തേങ്ങ ജിമ്മിക്ക് ഇറങ്ങിയപ്പോത്തിന് മഴ ചെയ്ത്. ഇനിയിപ്പോൾ മഴ കൊണ്ടുപോവാം. പഴയ ഞാനാണെങ്കിൽ ഉണ്ടല്ലോ മഴയാണെന്ന് എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് ജിമ്മിൽ പോവാതെ വെക്കും. പക്ഷെ ഞാനൊരു ഡിസിഷൻ എടുത്തതാണ്. ഇപ്പോൾ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഇനിയിപ്പോൾ മൂടില്ലെങ്കിലും ആ എടുത്ത ഡിസിഷൻ ഞാൻ മാറ്റൂല എന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ ആ ഡിസിഷൻ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഇന്നോട് തന്നെ ഒരു നുണ പറയണ മാതിരിയായിപ്പോൾ. ഇനിയിപ്പോൾ മഴയാണെങ്കിൽ മഴയും കൊണ്ടുപോയി വർക്കൗട്ട് ചെയ്ത് പോരാ, അത്ര തന്നെ. എന്നാൽ ജിമ്മിലെത്തിയിട്ട് കാണാം ഗൈസ്. സോ ഗൈസ് അങ്ങനെ നമ്മൾ ജിമ്മിലെത്തിക്കണേ. ഇപ്പോൾ ഒരു ജിമ്മിൽ ഞാനും ഇവനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവൻ അറിയത്തോൾക്ക് ഇത് ഷാമിൽ എൻ്റെ കസിനാണ്. ഇവനാണ് എന്നെ ഫസ്റ്റ് ആയിട്ട് ജിമ്മിക്ക് കൊണ്ടുവരുന്നതും എന്നെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കണമൊക്കെ. അപ്പോൾ ഇന്നേ വർക്കൗട്ട് ബാക്കും പൈസും തുടങ്ങില്ലെന്നാ. പന്ത്രണ്ടെണ്ണല്ലേ? യെസ്, come on. 4 5 6 easy 7 8 9 10 പോട്ടെ 11. come on last മോനെ പൊളി. ഈസി. അപ്പോൾ ഇവൻ്റെത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യണത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഫുൾ വർക്കൗട്ട് കാണിക്കണില്ല, വീഡിയോയുടെ ലെങ്ത്ത് കൂടും. സോ നമ്മൾ ഓരോ വർക്കൗട്ടിൻ്റെയും ഓരോ സെറ്റ് ഇതാണ് കാണിക്കണത്, അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ ഇവൻ്റെ കഴിഞ്ഞു ഞാനാണ് കേട്ടോ. വെയിറ്റ് എത്ര? ഓക്കെ, മൂന്നോടി 3 2 ലാസ്റ്റ് 1 ഹോൾഡ് മെല്ലെ വിടും, മെല്ലെ. ഓക്കെ, ഈസി കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്തായാലും ഇത് തീർക്കട്ടെ.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോ വർക്കൗട്ടിൻ്റെയും ഓരോ സെറ്റ് നമ്മൾ കാണിക്കണുള്ളൂ. ഫുള്ള് കാണിച്ചു കഴിഞ്ഞാൽ ലെങ്ത് കൂടും. അപ്പോൾ ഇത് തീർക്കട്ടെ. സോ നമ്മളെ ഫസ്റ്റത്തെ വർക്കൗട്ട് കഴിഞ്ഞു. നമ്മൾ രണ്ടാമത്തേക്ക് കിടക്കാണ്. വർക്കൗട്ടിൻ്റെ പേരാണ് കൊടുക്കുക സീറ്റഡ് കേബിൾ റോസ്. കളിച്ചോ. കമോൺ, ലാസ്റ്റ് ഫോർ. 1 2 3 4. ഓ മോനെ സെറ്റ്. ഇതിപ്പോൾ ആരാ കോച്ച്, ഞാനാണ് ജാണോ? പ്രാവശ്യം കോമ്പറ്റീഷൻ ഇറങ്ങണ്ടോ? വേണ്ടേ, കിട്ടുമോ? എന്താ അങ്ങനെ കിട്ടുമല്ലോ. കോമ്പറ്റീഷൻ കിട്ടിയില്ലെങ്കിൽ കോമ്പറ്റീഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മഞ്ചേരി മുതൽ മലപ്പുറം വരെ ഓടും. ഉറപ്പാ? ഉറപ്പ്. ഫസ്റ്റ് ട്രോഫി അല്ല, ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ. എനിക്ക് ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനും ഓടും മഞ്ചേരി മുതൽ മലപ്പുറം വരെ. എനിക്ക് ഫസ്റ്റ് കിട്ടിയാല്, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ചോടണം, കിട്ടിയ ഞാനോടും. ഓക്കെ ഗൈസ്, നോട്ട് വെച്ചോ. ഞാൻ എടുത്തട്ടെ. നമ്മളെ കൂടുതൽ റേഞ്ച് ഓഫ് മോഷൻ കിട്ടാൻ വേണ്ടി നമ്മളെ പുള്ളി ഒരു റിലീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ പോവാ. ഓക്കെ, പോയിട്ട് വിളിക്കുക. ഓക്കെ, കറക്റ്റ്. ഓക്കെ, 6 7 8 9. എങ്ങനെയുണ്ട്? എല്ലാം കിട്ടി. മുംബൈയിലെ എല്ലാം മുംബൈ ധരിച്ചോ. അപ്പോൾ ഇനി നമ്മളെ ബാക്കിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വർക്കൗട്ട്. നമ്മൾ ബാക്കിന് 3 ബൈസിന് എത്ര? 2 3 3 കൊടുക്കണുള്ളൂ. സോ ഞാൻ ഈ മെഷീൻ മാറിയിട്ടാ അടിച്ചോ. കാണിച്ചിട്ടുണ്ടോ ഫസ്റ്റ് എനിക്ക്? ഓക്കെ, സീറ്റ് ഇങ്ങനെ കാല് വെച്ചിട്ട് ചെസ്റ്റ് ഇവിടെ വെക്കണം അല്ലേ? ചെസ്റ്റ് ഇവിടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ സെറ്റ്. അടിച്ചോ. 1 2 12. കമോൺ, ഒരു 3 അടിച്ചോ. 1 2 ലാസ്റ്റ് 1. കമോൺ. എല്ലാം കിട്ടിയിട്ട് എനിക്ക് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ചിലപ്പോൾ നമുക്ക് ഇരുന്നത് തുല ഒന്ന് പുഷ് തന്നോ. പൊസിഷൻ കറക്റ്റ് അല്ലേ? മൈക്ക് സീനാണല്ലോ. ഓക്കെ, ഉണ്ടോ? ഒന്ന് പുഷ് ചെയ്ത് തന്നോ. റെഡി? നീ 1 2 3 ലാസ്റ്റ് 3 ലാസ്റ്റ് 1. ഓക്കെ, പുതിയ മെഷീനായോണ്ട് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിൻ്റെ കഴിഞ്ഞല്ലേ? അപ്പോൾ ബാക്കിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞാണ്. ഇനി പൈസ തുടങ്ങല്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ ബാക്കിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞു. നമ്മൾ പൈസ തുടങ്ങുകയാണ്. പൈസ ഫസ്റ്റ് ചെയ്താ ബൈസ് ഞങ്ങൾക്ക് കേൾസ് എടുക്കാം. അടുത്തോ ഒപ്പടിച്ചല്ലേ? എൻ്റെ കയ്യിൽ ഇഞ്ചറി ഉണ്ടാ. എത്ര പോരല്ല, 15 നോക്കട്ടോ. ഓക്കെ, ഒപ്പം 6 7 8 ഈസി കിട്ടടാ. എൻ്റെ ഇവിടെ ഇഞ്ചറി ഉണ്ട്. അന്ന് ബൈക്ക് വന്ന് വീണിട്ട്. എനിക്ക് പിന്നെ വേറൊന്നുണ്ട്. ഞാൻ ഏത് വർക്കൗട്ട് എടുത്താലും എനിക്ക് ബൈസിനെ കിട്ടുക. ബൈസിൻ്റെ പെട്ടെന്ന് പമ്പോ അപ്പോൾ തന്നെ നോക്കിയാ. പക്ഷെ മുംബൈക്കാണ്. അപ്പോൾ കേസ് ഇനി ഒരൊറ്റ വർക്കൗട്ട് കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. നേരെ പാക്കപ്പ് ചെയ്ത് പെരയെ പോവാം. നോക്കല്ല, അടുത്ത ലാസ്റ്റ് വർക്കൗട്ട് ഏതാ? ഞാൻ ഒറ്റ കൈ കൊണ്ട് പുള്ളപ്പ് എടുത്ത് നോക്കിയാലോ? സപ്പോർട്ട് ചെയ്യാൻ എടുക്കേണ്ടി വരും അല്ലേ? സീനാണ് കേസ്. ഈ കൈയിന് ഇവിടെ ഇഞ്ചറി ഉണ്ട്. എടുത്തെടുത്തോ. 3 more എനിക്ക് എൻ്റെ വരല്ലേ? ബൈസ് വേം മുമ്പാവൂലേ? ഞാൻ പിന്നെ ഏതെടുത്താലും ബൈസ് വേം മുമ്പാവും. ലാസ്റ്റ് ഒന്ന് പോയി. ആ മോനെ പൊളി. ഇതിപ്പോൾ എത്ര ജിമ്മ് പോണേ? ഞാൻ 7 മാസം. ഞാൻ ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിക്കാണ്ട് 4 മാസമായില്ലേ? 4 മാസമായി. ഇത് വേറെ കാര്യം ചോദിച്ചണോ? നമ്മൾ ജിമ്മിലൊക്കെ കറക്റ്റായി പോയി കറക്റ്റ് സപ്ലിമെന്റ്സ് ഒക്കെ എടുത്താണ്ട് ഇങ്ങനെ വരികയാരം. അപ്പം നമ്മളെ ചുറ്റുള്ള ആൾക്കാർ പെട്ടെന്ന് ഡോക്ടർമാരാവും. ക്രിയാറ്റിൻ എടുത്തു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോവും, വേ പ്രോട്ടീൻ എടുത്താൽ തട്ടിപ്പോവും. എന്നാൽ ഈ നായിൻ്റെ മക്കൾ നമ്മൾ
ഫാസ്റ്റ് ഫുഡ് കഴിക്കുമ്പോഴോ സിഗരറ്റ് കഴിച്ചുമ്പോഴൊന്നും ഇവരൊന്നാണ്ട് ഇമാരി ഉപദേശം പറയില്ല. നമ്മളൊന്ന് വളർന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പം കണ്ണുകടിയാണ്. ശരി. 3 4 രസം. ഈ പോസ് ചെയ്ത് നോക്കിയാ പോസ് അങ്ങനെ പോസ് എങ്ങനെയുണ്ട് അല്ലേ? സോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് സെഷൻ കഴിഞ്ഞിരിക്കണേ. ഇനി നേരെ സാധനങ്ങളൊക്കെ എടുത്ത് പെരിയ പോവാ. തറന്നുള്ളൂ. അടിപൊളി വർക്കൗട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഇഞ്ചക്ഷൻ കുത്തി ഉണ്ടാക്കിയല്ലേ? 3 നേരം എനിക്ക് വേണം. ഓക്കെ, ജസ്റ്റ് കിഡിങ്. അപ്പോൾ ഞങ്ങളൊന്നും ഡെയിലി ഒപ്പം വർക്കൗട്ട് ചെയ്യല്. ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു, ബ്ലോഗൊക്കെ എടുത്ത് സെറ്റാക്കി. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ ബൈ. ജിം സെഷൻ കഴിഞ്ഞു. അങ്ങനെ ജിം കഴിഞ്ഞ് വീട്ടിലെത്തിക്കണ്. വേ പ്രോട്ടീൻ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ വർക്കൗട്ട് കഴിഞ്ഞിട്ട് വേ പ്രോട്ടീൻ കുടിക്കണത് റിക്കവറിക്ക് നല്ലതാണ്. ഞാനങ്ങനെ എല്ലാ സപ്ലിമെൻറ്റ്സും ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. വേ പ്രോട്ടീൻ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ ക്രിയാറ്റിൻ, പിന്നെ ഒമേഗ 3, 3 സപ്ലിമെൻറ്റ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇനി എനിക്ക് ഒരാളെ കാണാനുണ്ട്. അപ്പോൾ ഇത് കുടിച്ച് ഫ്രഷ് ആയിട്ട് ഒന്ന് ഗ്രൂമൊക്കെ ചെയ്തിട്ട് അയാളെ മീറ്റാക്കാൻ പോകണം. സോ ഫ്രഷ് ആയിട്ട് വരാം. നോക്കണ്ട, ഞാൻ തന്നെയാണ് താടി ഒന്ന് ഷെയ്പ്പാക്കിയത്. ലാസ്റ്റ് ഷെയ്പ്പാക്കി താടി മൊത്തത്തിലാണ് ഷെയ്പ്പായി. അതിനിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾ എങ്ങോട്ടേലും ഇറങ്ങുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്യുക, പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യുക, നല്ല വാച്ച് കെട്ടുക, നല്ല പെർഫ്യൂം അടിക്കുക, നല്ല വൃത്തിയുള്ള ഷൂസ് ഇടുക. ഇറ്റ് ഷോ സെൽഫ് റെസ്പെക്ട് ആൻഡ് ആൾസോ ഇറ്റ് ഷോ റെസ്പെക്ട് ഫോർ ദ ഈവൻറ്റ് യു ആർ അറ്റൻഡിങ് ആൻഡ് ദ പേഴ്സൺ യു മീറ്റ്. ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്. സോ ഞാൻ എന്തായാലും മീറ്റിങ്ങിന് പോയിട്ട് വരാം. ഇപ്പം ഇറങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് മീറ്റിങ്ങിൻ്റെ ടൈമിൽ അവിടെ എത്താം. സോ അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയില്ല. എന്തായാലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാനത് വ്ളോഗിൽ ആഡ് ചെയ്യാം. സോ ഞാൻ പോയിട്ട് വരാം. ഹായ്, വർത്താനം അപ്പം എത്തി? ഓക്കെ. അപ്പോൾ എൻ്റെ ഓഡിയൻസിന് നിങ്ങൾ അറിയില്ല, അപ്പോൾ വേണമെങ്കിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തോളി. ഹായ്, ഞാൻ സുജിൻ. ഞാനൊരു ഏജൻസി റൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി പേഴ്സണൽ ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഡാമിനെ കോൺടാക്ട് ചെയ്തത്. ഓക്കെ, ഡാമിന്ന് മാറിപ്പോയോ? അത് കുഴപ്പമില്ല. ഗൈസ്, അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി. അടിപൊളി മീറ്റിംഗ് കഴിഞ്ഞ്, ഒന്നും പറയാനില്ല. കുറേ വാല്യൂസ് എനിക്ക് കിട്ടി, കുറേ വാല്യൂസ് ഞാൻ അങ്ങോട്ട് കൊടുത്തു, കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇനി ലേണിംഗ് സെഷന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യണില്ല. പിന്നെ ഓൾസോ എനിക്കൊരു 5 മിനിറ്റ് കൊണ്ടൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. എൻ്റെ സ്റ്റുഡൻറ്റിനായിട്ടുള്ളൊരു മീറ്റിംഗ് ആണ്. അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ ഓൾമോസ്റ്റ് പരിപാടികൾ കഴിഞ്ഞു. എന്നിട്ട് നോഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. സോ ഇതെന്താ സംഭവം എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. ലൈക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു വീക്ക് മൊത്തം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ഞാൻ എൻ്റെ ഡേ ആൻഡ് വീക്കൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു നോഷൻ ട്രാക്കറാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തരാം. ഓക്കെ, അത് ചെക്ക് ചെയ്ത് നോക്കിക്കൊണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, ഫൈനലി നമ്മളെ ഗൂഗിൾ മീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇന്നത്തെ ഡേയും ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ ഡിന്നറിൻ്റെ കാര്യം, ആക്ച്വലി ഞാൻ സുജിൻ ബ്രോൻ്റെ കൂടെ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. ക്യാമറത്തെ ചാർജ് കഴിഞ്ഞ കാരണം അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഡിന്നർ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോഷനിൽ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. വേറെ കാര്യം, അത് കഴിഞ്ഞ് ജേർണലിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ഡേയും വൈൻഡപ്പ് ചെയ്യാം, നമ്മുടെ വ്ളോഗും വൈൻഡപ്പ് ചെയ്യാം. ഞങ്ങൾക്ക് നോഷൻ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് എൻ്റെ വീക്കിലി പ്ലാനർ എന്ന് പറയുന്നത്. ഇത് നോഷനിലെ ഒരു ടെംപ്ലേറ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ടാസ്ക് വീക്കിലി പ്ലാനർ എന്ന്. ഇതിൻ്റെ അകത്ത് നമുക്കൊരു വീക്ക് മൊത്തത്തിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. ഇവിടെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്ന് പറഞ്ഞിട്ട് ഒരു വീക്കിലെ എല്ലാ ഡേയ്സും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഒരു ഡേയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഇതുപോലെ ലിസ്റ്റ് ചെയ്യുക. ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ടിക്കിടുക. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ലിസ്റ്റ് വെച്ചിട്ട് എല്ലാം ടിക്കിടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, മൺഡേയിൽ എനിക്ക് എൻ്റെ കണ്ടന്റ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ഷൂട്ട് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ടിക്കിട്ടില്ല. ട്യൂസ്ഡേൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് 5 മണിക്ക് എണീച്ചു, എന്നിട്ട് ഓടാൻ പോയി. എൻ്റെ ഡിജിറ്റൽ ക്രിയേറ്റ് എന്ന പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിങ് കംപ്ലീറ്റ് ഞാൻ ഫുള്ളാക്കി. ദെൻ കണ്ടന്റ് ഫൈൻഡ് ചെയ്തു. ആ കണ്ടന്റ് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തു. അതുപോലെ 8 മണിക്ക് സുജിൻ ബ്രോനായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു മീറ്റിങ്ങിന് ഞാൻ പോയി. അതുപോലെ എൻ്റെ സ്റ്റുഡൻറ്റിനായിട്ട് എനിക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ അറ്റൻഡ് ചെയ്തു. ദെൻ ജിമ്മും കംപ്ലീറ്റ് ചെയ്തു. സോ ഇന്ന് 100 ഔട്ട് ഓഫ് 100 ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് വീക്ക്ലി പ്ലാനർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരിപാടി ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. എന്താ പറയുക, അടിപൊളി ഡേനു. ബിക്കോസ് ഞാൻ ഗെയിം കളിച്ച് നേരം കളഞ്ഞിട്ടില്ല, ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടില്ല, ഞാൻ സ്മോക്ക് ചെയ്തിട്ടില്ല. അതുപോലെ ഇന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്.
പിന്നെ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സമയം 2 മണിയായി, ഇതുവരെ ഞാൻ കടന്നുറങ്ങിയിട്ടില്ല, വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും സ്ലീപ്പ് ഒന്ന് സെറ്റാക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ജേണൽ ചെയ്യാം. സോ മെയിൻലി നമ്മൾ ജേണലിങ്ങിൽ 2 കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. എന്താണെന്ന് അടിപൊളിയായിട്ട് ചെയ്തത്, അതുപോലെ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ജേണലിങ് എനിക്കൊരു പുതിയ ഹാബിറ്റാണ്. സോ ഫസ്റ്റ് നമ്മൾ ഡേറ്റ് ചെയ്ത, ദെൻ ഇന്ന് എന്താണ് അടിപൊളിയായിട്ട് ചെയ്തതെന്നുള്ളത് ചെയ്ത, മൈ ടാസ്ക്, ദെൻ എന്താണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് എഴുതുക. ഫിക്സ് ടൈം ഫോർ സ്ലീപ്പ്, ഷൂട്ട് ടൈം. ഓക്കെ, അങ്ങനെ നമ്മളെ ജേർണലിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മളുടെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഗൈസ്, ദാറ്റ്സ് മൈ വ്ളോഗ്. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഇതേപോലത്തെ ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു വ്ളോഗിന് ഉണ്ടാവും. എന്നിട്ടും നിങ്ങൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വരെ കണ്ടു എന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. അതുപോലെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ടാറ്റ കൊടുത്താ, ടാറ്റാ.